വിഷയം തന്നെയാണ് ഈ ശങ്കറിൻ്റെ ഈ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെയുള്ള പോരാട്ടം. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ നമ്മൾ കാണുന്നത് മുതൽവൻ സിനിമയാണോ അതുപോലെ ഒരു സിനിമയല്ലേ എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ ഞാൻ ഈ ശങ്കറിൻ്റെ സിനിമ കാണാൻ പ്രധാനമായും ഞാൻ പോകുന്നത് ഒന്ന് നല്ല വലിയ രീതിയിലുള്ള ആക്ഷൻ രംഗങ്ങളും അതുപോലെ തന്നെ മികച്ച ഗാനങ്ങളും വിഷ്വലൈസേഷനും ഒക്കെ വളരെ ഭംഗിയുള്ള വിഷ്വലൈസേഷനും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ശങ്കറിൻ്റെ സിനിമ കാണാൻ പോകുന്നത്. പക്ഷേ ശങ്കർ ഈയിടെയായി തൻ്റെ പദവിയിൽ നിന്നും, അതായത് തൻ്റെ ഒരു റേഞ്ചിൽ നിന്നും ഇറങ്ങി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഗെയിം ചേഞ്ചർ എന്ന ചിത്രത്തിന് കഥ എഴുതിയിരിക്കുന്നത് കാർത്തിക് സുബ്ബരാജ് ആണെന്ന് പറയുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തിയാണ് കാർത്തിക് സുബ്ബരാജ്. കാർത്തിക് സുബ്ബരാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ ഈ ശങ്കർ എന്ന് പറഞ്ഞ സംവിധായകൻ എഴുതി കൊടുത്ത കഥ ഇങ്ങനെ ആയിപ്പോയി എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു. കാര്യം കാർത്തിക് സുബ്ബരാജിൻ്റെ കഥ ഒരു വെറൈറ്റി. ആ ജിഗർദണ്ഡ സിനിമയൊക്കെ കാണാൻ പോയിട്ട് ഞാനിങ്ങനെ അവിടെ ഇരുന്ന് തിയേറ്ററിൽ നിന്ന് ആലോചിച്ചത് എങ്ങനെ